അടിച്ചുപടി. ഹലോ, 4254 ഇതുവരെ കിട്ടിയില്ലല്ലോ. ഒന്ന് കത്തി. ഹലോ, 4254 അല്ലേ? അതെ. മിസ്റ്റർ രവി ഉണ്ടോ അവിടെ? ഇല്ല. ആരാണ്? ഞാൻ രവിയുടെ ഒരു ഫ്രണ്ടാണ്. ഡോക്ടർ അമ്മയല്ലേ? അതെ, മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ഗോപി. ഞാൻ രവിയുടെ പഴയ ഒരു കോളേജ് മേറ്റാണ്. ഓ, എപ്പോ വന്നു? എന്താ, എന്നെ അറിയുമോ? പിന്നെ എങ്ങനെ? രവിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹിതന്റെ എല്ലാ കാര്യവും. അതെയോ? അവനെ ഇപ്പൊ എവിടെ കിട്ടും? സൈറ്റിൽ പോയിരിക്കുക. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ അവൻ? ആ, വരും. അവൻ വരുമ്പോ പറയണം ഞാൻ ഹോട്ടൽ ഷാലിമാറിലുണ്ടെന്ന്. ഞാൻ ഇന്ന് തന്നെ ദുബായിക്ക് തിരിച്ചു പോവുകയാണ്. വൈകിട്ട് 6:30 മണിക്കാണ് ഫ്ലൈറ്റ്. അവൻ വന്നാ പറയണം അവനോടൊന്ന് ഇവിടം വരെ വരാൻ. പറയാം. മറക്കോ? ഇല്ലില്ല. എന്റെ റൂം നമ്പർ 401, ഹോട്ടൽ ഷാലിമാർ. വെക്കട്ടെ? ഓക്കെ, താങ്ക് യു. പിടിപ്പിക്കട്ടെ കൊണ്ട. കുറച്ചുകൂടെ. മതി. പിന്നെ ആ ഗോപി വന്നിട്ടുണ്ട്. ഏത് ഗോപി? നിങ്ങളുടെ പഴയ ഫ്രണ്ട് തന്നെ. എന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഊണ് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. അവൻ ഇവിടെ വന്നിരുന്നു? ഇല്ല, വിളിച്ചിരുന്നു. പിന്നെ ഇവിടെ ഹോട്ടൽ ഷാലിമാറിൽ റൂം നമ്പർ 401. ഞാൻ നോക്കിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും വിളിച്ചാലേ ഞാൻ ഹോട്ടൽ ഷാലിമാറിൽ 401 ഉണ്ടെന്ന് പറഞ്ഞു. ശരി. ഓ, ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളം. നാരായണിയമ്മേ, ഇതാ വരുന്നേ. ഇതൊക്കെ എടുത്തു വെക്കൂ. ഓ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണേ. ഫോർനോട്ടോൺ ഏതാ? ആ കണ്ണ. അത് രവിയാണെന്ന് തോന്നുന്നു. നീ ആ ബാത്റൂമിൽ കയറി ഒളിച്ചത്. ഞാൻ മുട്ടുമ്പോ തുറന്നാ മതി. എടാ മാറി, എടാ പരമാറി, നീ ഇത്ര എവിടെയായിരുന്നു? എടാ എരപ്പേ, ഞാനിവിടെ വന്നപ്പോഴേ നിന്നെ വിളിച്ചതാ. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു നീ മറ്റവിടെ കോപ്പി പോയിരിക്കുക. എന്നിട്ട് എന്റെ ഭാര്യയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. എടാ നീ അന്ന് എന്തും പറഞ്ഞാ പോയത്. എന്നിട്ട് നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? എന്റെ അളിയ, എനിക്ക് വരാൻ പറ്റണ്ടേ? ഞാനിപ്പോ ഭയങ്കര ബിസി അല്ലേ. ഓ, നിന്റെ മറ്റടുത്തൊരു ബിസി. ഒന്ന് പോവാ. വാ 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 വാ, നമുക്ക് ആരംഭമായിട്ട് ഒരു സ്മോൾ തുടങ്ങിക്കളയാം. എന്താ, ഞാനിതൊക്കെ നിർത്തി. ഒന്ന് പോവാളിയാ അവിടുന്ന്. അല്ലേ, ഞാൻ നിർത്തിയെന്ന്. എന്തോ? ഒന്നുകൂടെ പറ. ഇത് സ്കോച്ച് യൂസ്കിയാ, നിന്റെ പഴയ വട്ടയല്ല. ഇല്ലേ, കല്യാണത്തിന് ശേഷം ഞാൻ കംപ്ലീറ്റ് നിർത്തി. ഓ, അപ്പൊ അടിമയാണല്ലേ? അടിമ. ഇതാണ് പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്ന് പറയുന്നത്. പിന്നെ ഭാര്യമാരുടെ അണ്ടർ കസ്റ്റഡിയിലായി. ഇവിടെ കുറെ കഞ്ഞി ഭർത്താക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണിനെ നോക്കൂല, മദ്യം തൊടൂല, പാലും മോരും വെള്ളവേ കഴിക്കൂ. എടാ നാറി, നീയൊക്കെ എന്നെ കണ്ട് പഠിക്കുക. ഞാൻ കല്യാണം കഴിച്ചെന്ന് കരുതി ഒന്നിനും ഒരു സെൽഫ് റെഗുലേഷനും ഇല്ല. എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ മുറ പോലെ നടക്കും. ഈ പെണ്ണിന്റെ വാക്കും കേട്ടോണ്ട് നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുന്നത്? നിനക്കത് അറിയാൻ പാടില്ല. എന്റെ സകല ഫ്ലാഷ് ബാക്കും അറിഞ്ഞിരുന്നുകൊണ്ട് എന്നെ കല്യാണം കഴിച്ച അവളെ ഞാൻ പൂവിട്ട് പൂജിക്കണം. നീ അങ്ങനെ വേറെ പലതും ഇട്ട് പൂജിക്കും. നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് നിർത്തടാ. എന്തൊക്കെയുണ്ടല്ലേ വിശേഷം? പഴയ പാർട്ടീസിനെ കാണാറുണ്ടോ? അത് പറഞ്ഞപ്പോഴാ നമ്മുടെ സുമതി ഇല്ലേ? ഏത് സുമതി? കഥകളി സുമതി. അവളിപ്പോ ആരാന്നാ നിന്റെ വിചാരം? അവളിപ്പോ എയർ ഹോസ്റ്റസാ. ഞാൻ ഇത്തവണ ഫ്ലൈറ്റിൽ വരുമ്പോ എക്സ്ക്യൂസ് മീ സർ, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ തലവേർച്ച് നോക്കുമ്പോ നമ്മുടെ പഴയ സുമതി ആ ശൃംഗാരവുമായി എന്റെ അടുത്ത് നിൽക്കും. ഞാൻ ആകെ ചമ്മിപ്പോയി. കൂടെ വൈഫ്. ഞാൻ എന്തോ ചെയ്യാൻ? എന്നിട്ട് നീ വൈഫിനോടെന്ന് പറഞ്ഞു? എന്ത് പറയാനാ, എന്റെ കൂടെ പഠിച്ചവളാണെന്ന് പറഞ്ഞു. ലവളാണെങ്കിൽ മാറിയെന്നൊരു റോങ് ലുക്കും. വൈഫാണെന്ന് പറഞ്ഞിട്ടും ലവക്കൊരു സംശയം. എടാ അറിയാ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് ഹോസ്റ്റലിൽ നിന്ന് ചാടിയത്? ആ വാച്ച്മാൻ ഡ്രൈവറാണ് കാണും. Bye.
വാ വാ. ആരാത്? ഞങ്ങളാ കമലാക്ഷിയും മീനാക്ഷിയും. നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു? ആമീനയുടെ മുറിയിൽ. ആ വേഗം പോ. രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന മേട്ടം കാണണ്ട. ആ വേഗം നടക്കടി. പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. സുമതി, സുമതി, അയ്യോ ആ കുരങ്ങ് വന്നു. സുമതി, സുമതി കഥ തുറക്കാൻ. സുമതി കഥ തുറക്കാൻ. സുമതി, സുമതി കഥ തുറക്കാനാ പറഞ്ഞേ. സുമതി കഥ തുറക്കാൻ. സുമതി, സുമതി ആരാടി ഇതിനകത്തുണ്ടായിരുന്നേ? ആരുമില്ലേ മേട്ടൻ? ആരുമില്ലേ? അയ്യോ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ.